ഇത് വെള്ളരിമേട് വാട്ടർഫാൾസ് കൊല്ലങ്കോട് നിന്ന് ഏകദേശം 10 കിലോമീറ്ററോളം വരും. നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്ന് 30 കിലോമീറ്ററും കൊല്ലങ്കോട് നിന്ന് ഏകദേശം 10 കിലോമീറ്റർ താഴെ മാത്രം ദൂരം വരുന്നതാണ്. കൊല്ലങ്കോട് നിന്ന് നെന്മാറ പോകുന്ന റോഡിലേക്ക് പൈലൂർ മുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു വഴിയാണ്. അവിടുന്ന് പൈലൂർ മുക്കിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ ഒരു അമ്പലമുണ്ട്, കാച്ചാംകുറിച്ചി അമ്പലം. ആ പോകുന്ന വഴിയിലാണിതുള്ളത്. ആ പോകുന്ന അമ്പലം കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള വഴിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 3 കിലോമീറ്റർ വന്നാൽ ഈ വാട്ടർഫാൾസ് എത്താൻ പറ്റും. ഇപ്പം മൺസൂൺ സ്റ്റാർട്ടാവാത്തതുകൊണ്ട് കാര്യമായിട്ടെന്നല്ല, അവിടെ തീരെ വെള്ളമില്ല. സാധാരണ മഴക്കാലത്ത് ജൂൺ ആകുമ്പോഴേക്കും അവിടെ വെള്ളച്ചാട്ടം തുടങ്ങേണ്ടതാണ്. വണ്ടികൾ 2 വീലറും 4 വീലറും സുഖമായിട്ടെത്തും. ചില ഭാഗങ്ങളിൽ വണ്ടികൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഇപ്പോൾ ചില ഭാഗങ്ങളിൽ മണ്ണ് റോഡാണ്, വളരെ കുറച്ച് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് എൻഡിൽ. അവിടെ ഈ വെള്ളം കെട്ടി നിന്നിട്ട് ചളി നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളവിടെയൊക്കെ റോഡ് ഒരുവിധം നല്ലതാണ്, വലിയ കുഴപ്പമില്ല. എങ്കിലും കുറച്ച് ഇടുങ്ങിയ റോഡാണ്. 2 വീലറും 4 വീലറും ധാരാളം വരുന്നുണ്ട്, പോകുന്നുണ്ട്. രണ്ടുകൊണ്ടും പോകാം. നമുക്ക് അതിൻ്റെ ഈ മലയുടെ താഴെ വരെ വണ്ടി കൊണ്ട് നിർത്താൻ പറ്റും കേട്ടോ. മലയുടെ ഏറ്റവും അടുത്ത് താഴെ വരെ നിർത്താൻ പറ്റും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം മുകളിലേക്ക് പോയാലാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുക. ഇപ്പോൾ വെള്ളമില്ല, വെള്ളച്ചാട്ടവും ഇല്ല. അതുകൊണ്ട് തന്നെ അത് പോണ വഴി കുറച്ച് ബുദ്ധിമുട്ടാണ്. മുകളിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ കാണുന്ന പോലെ പാറക്കൂട്ടങ്ങളാണ് മൊത്തം. പാറകളുടെ മുകളിൽ കൂടെയൊക്കെ ചവിട്ടിയിട്ട് വേണം പോകാൻ. അത് ഇപ്പോൾ ചെറിയ മഴ, ചാറ്റൽ മഴ ഉള്ള കാരണം തന്നെ കുറച്ച് പാറയുടെ മുകളിലൊക്കെ ഒത്തിരി സ്ലിപ്പറിയാണ്, വഴുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ വെള്ളമൊന്നുമില്ല, തീരെ വെള്ളമില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പേടിക്കാൻ മാത്രമൊന്നുമില്ല. പിന്നെ അവിടെ ഫുള്ളായിട്ട് ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിൻ്റെ കയ്യിൽ കുട ഉണ്ടായിരുന്നു, അത് അതിനകത്ത് തട്ടിയപ്പോൾ ചെറിയ രീതിയിലൊരു എർത്ത് ഉണ്ടായിരുന്നു. ഫുള്ളായിട്ട് അതിനെ ആന വരാതിരിക്കാനാണെന്ന് തോന്നുന്നു. അവിടെയുള്ള ലോക്കൽസ് പറഞ്ഞത് ആന അവിടെ വരാറുണ്ട്, എങ്കിൽ ഇതുവരെ ആനയെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ചില സമയത്ത് 3-4 ആനകൾ വരാറുണ്ട്, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ 5-10 ആന വരെ വന്ന് കണ്ടിട്ടുണ്ട്. കരടിയുണ്ട്, പുലിയുണ്ട് എന്നൊക്കെ പറയണു, അറിയില്ല. നമ്മളൊന്നിനും കണ്ടൊന്നുമില്ല, കണ്ടതായിട്ട് ആരും പറഞ്ഞില്ല. അവിടെയുള്ള ചായക്കട നടത്തുന്ന 2 ചായക്കടയുടെ താഴെ അതിലൊരാളോട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ചിലപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ആനകൾ അവിടെ വെള്ളം കുടിക്കാൻ വരുന്നത് കാണാം. ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ ആനകളെ കാണാനുള്ള സാധ്യതയില്ല. ഇത് കൊല്ലങ്കോട് പഞ്ചായത്തിൽ പെട്ടതാണ്. നെന്മാറ ഫോറസ്റ്റ് ഡിവിഷനാണ് കേട്ടോ. അത് നെന്മാറ ഫോറസ്റ്റ് ഡിവിഷനിലാണ് ഈ സംഭവം ഉള്ളത്. ഈ വെള്ളച്ചാട്ടം തുടങ്ങിയില്ല. ഇത് ഇവിടെ വെള്ളം ഒഴുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ അരുവി കാണിച്ചിരിക്കുന്ന അരുവിയിലൂടെ വെള്ളം ഒഴുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കുളിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പലരും പോയി കുളിച്ചവരുണ്ട്. ഒരുവിധം നല്ല രീതിയിൽ ഒഴുക്കുള്ള സമയത്ത് പേടിക്കാൻ മാത്രമൊന്നുമില്ല. വളരെ ചെറിയൊരു അരുവിയാണ്, കുളിക്കാൻ പറ്റും. ഇവിടെ ഡ്രസ്സൊക്കെ ആയിട്ട് കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ എടുത്തുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാം. ശരിയായിട്ടുള്ള വഴി.
പക്ഷികളുടെയൊക്കെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഒരു കുരങ്ങനെ പോലും കാണാനില്ല അല്ലേ?